പരുന്തുംപാറയിൽ സ്റ്റോപ്പ് മെമ്മോ തള്ളി നിർമ്മാണങ്ങൾ തുടരുന്നു. വൻകിട കെട്ടിടങ്ങളുടെ ഫിനിഷിംഗ് ജോലികളാണ് വേഗത്തിൽ പുരോഗമിക്കുന്നത്. അനധികൃത നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ഈ കാര്യം സംബന്ധിച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. പരുന്തുംപാറയിൽ അനധികൃത നിർമ്മാണം നടക്കുന്നത്, ഭൂമി കയ്യേറ്റം, ഈ കാര്യങ്ങളെല്ലാം മാതൃഭൂമി ന്യൂസ് സമഗ്രമായി പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഏൽപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെതായ ഒരു അന്വേഷണ സംഘം നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അവിടെ റവന്യൂ ഉദ്യോഗസ്ഥരുടേതടക്കം ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഈ കാര്യത്തിൽ ഇതിനെ തുടർന്നാണ് സ്റ്റോപ്പ് മെമ്മോ വന്നത്. സ്റ്റോപ്പ് മെമ്മോ മറികടക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ള ഒരു വാശിയോടെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇങ്ങനെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അത് തന്നെയാണ് ഇപ്പോൾ പരുന്തുംപാറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരുന്തുംപാറ SIT റിപ്പോർട്ട്, ആ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പ് 2 വൻകിട കെട്ടിടങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടം വലിയ രീതിയിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് പോവുകയാണ്. അതായത് യഥാർത്ഥ കയ്യേറ്റക്കാരെ കണ്ടെത്തി അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി എല്ലാവരുടെയും ഭൂമിരേഖകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മെയ് 2 വരെ ഈ പരുന്തുംപാറയിൽ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ റവന്യൂ വകുപ്പ് നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ അവരുടെ സ്റ്റോപ്പ് മെമ്മോ തള്ളിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി പകർത്തിയ ദൃശ്യങ്ങളാണിത്. അതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, ആ വൻകിട നിർമ്മാണ പ്രവൃത്തി ഫിനിഷിംഗ് ജോലികൾ വളരെ വേഗത്തിൽ, അതായത് റവന്യൂവിൻ്റെ നടപടികൾ വരുന്നതിന് മുമ്പ് പരമാവധി വേഗത്തിൽ അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ച് അതിലേക്ക് പ്രവേശിക്കുക, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10-ലധികം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊക്കെ നടക്കുന്നത് റവന്യൂ വകുപ്പിന്റെ, അതായത് മഞ്ജുമല വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നത് റവന്യൂ വകുപ്പാണ് തീരുമാനിക്കേണ്ടത്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം KLA പ്രകാരം, അതായത് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്ക് പോകണം. അതിനുള്ള നടപടികളാണ് ഇനി റവന്യൂ വകുപ്പ് എടുക്കേണ്ടത്. അപ്പോൾ പോലീസ് കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് റവന്യൂ വകുപ്പിന് പോകാനും കഴിയും. പക്ഷേ ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലാണ് ഇത്രയും വലിയ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നത്. ഈ SIT റിപ്പോർട്ട് വരുന്നത് വരെ അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരൊന്നും അനങ്ങിയിരുന്നില്ല. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ആ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഒരു നിസ്സംഗത നമുക്ക് പരുന്തുംപാറയിൽ കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള സർക്കാർ ഭൂമിയുടെ കയ്യേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് SIT റിപ്പോർട്ട് തന്നെ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാറിനേക്കാൾ കൂടുതൽ സർക്കാർ ഭൂമിയുള്ള ഒരു മേഖലയാണ് പരുന്തുംപാറ എന്നത്. അതുകൊണ്ടാണ് SIT ആ ഗൗരവം കൂടി ആ സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിരുന്നു. ഏതാണ്ട് 10,500ഓളം ഏക്കർ ഭൂമിയാണ് പീരുമേട് മഞ്ജുമല വില്ലേജുകളിലായി സർക്കാർ ഭൂമിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കയ്യേറ്റം നടന്നാൽ മൂന്നാറിനേക്കാൾ എളുപ്പത്തിൽ കൂടുതൽ സർക്കാർ ഭൂമികൾ സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിന്റെ ഗൗരവം എന്നത്. അവിടെയാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്.